എന്നാ ചോക്ലേറ്റ് വേണോ? എന്നാ മേടിച്ചോ. ഇത് തരാം. ദാ അവിടം വരെ വന്നാ ഇതിലും വലിയ ചോക്ലേറ്റ് മാമൻ തരാം. പോവാം, എളുപ്പം പോയിട്ട് വരാം. മോൾക്ക് ചോക്ലേറ്റ് വേണ്ടേ? പേടിക്കണ്ടെന്നേ, മാമനല്ലേ വിളിക്കുന്നേ. വാ. കഷ്ടമുണ്ട്. ഈ കൊച്ചുകുട്ടിയോട് വേണോ? ഞാൻ വെറുതെ കുട്ടിയെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. അത് പോട്ടെ, നിനക്ക് ഞാൻ മതിയോ? നീ ഏതാ? ഇനി മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇവിടൊക്കെ തന്നെ ഉള്ളതാ. പറ, ഞാൻ മതിയോ ഈ രാത്രി? മതി. എത്ര നിന്റെ റേറ്റ്? ഓ, അതൊക്കെ പറയാം. ആദ്യം ഇവിടെ നിന്ന് മാറി നിൽക്കാം. താൻ ആ ചോക്ലേറ്റ് കുട്ടിക്ക് കൊടുക്ക്. പോവാം. അപ്പൊ ഒന്നും പറഞ്ഞില്ല. നിനക്ക് എത്ര കാശടി വേണ്ടേ? എനിക്കൊരു 1000 രൂപ തന്നാൽ മതി. പിന്നെ അപ്പുറത്തെ തുണിക്കടയിൽ നിന്ന് ഒരു സാരിയും വാങ്ങി തന്നാൽ മതി. നാളെ ഒരു കല്യാണം ഉണ്ടേ, അതിന് കൊടുക്കാനാ. നിങ്ങൾ പോയി വാങ്ങിയാൽ മതി, ഞാനിവിടെ നിൽക്കാം. എനിക്ക് ഏത് കളറായാലും കുഴപ്പമില്ല. ഓക്കെ, ഞാൻ വാങ്ങാം. അപ്പൊ എങ്ങനെയാ, റൂമുണ്ടോ? നീ ആ കൊച്ചിനെ കൊണ്ട് എവിടെ പോകാനിരുന്ന? അവിടെ പോയാലോ? അത് ശരിയാവില്ല, വേറെ എവിടെയെങ്കിലും നോക്കാം. എന്നാ പിന്നെ അപ്പുറത്ത് ആളൊഴിഞ്ഞൊരു ഗോഡൗൺ ഉണ്ട്, അവിടെ പോയാലോ? അതാകുമ്പോൾ സേഫാ. പോയി സാരി വാങ്ങി വാ, സമയം കളയാതെ. ഞാനിവിടെ നിൽക്കാം. ഓക്കെ. ഞാൻ വരുമ്പോഴേക്കും നീ എന്നെയും പറ്റിച്ചിട്ട് പോയി കളയോ? ഇല്ലെന്നേ, എനിക്ക് പൈസയും സാരിയും കിട്ടിയിട്ട് വേണം നാളത്തെ കാര്യം നടത്താൻ. ഒന്ന് പോയിട്ട് വാ മാഷേ. കിട്ടിയോ? അപ്പോ നിന്റെ സ്ഥിരം സ്ഥലമാണോ അത്? ഇത് കൊള്ളാലോ. അങ്ങനൊന്നുമില്ല, ഇടയ്ക്കൊക്കെ. നല്ല സ്ഥലമല്ലേ? ഓക്കെ അല്ലേ? അതെ, ഒറ്റപ്പെട്ട സ്ഥലം, കൊള്ളാം. ഇവിടെ എന്ത് നടന്നാലും ആരും അറിയില്ല.
ഉള്ള സാരി ഒന്ന് നോക്കട്ടെ. ഉം. കൊള്ളാം, അടിപൊളി. ഒരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോൾ എന്തിനാ ഈ കൊച്ചു പിള്ളേരുടെ അടുത്ത്? അത് വേറൊരു മൂടാണല്ലേ, രസം. ഇതൊക്കെ വലിയ കുറ്റാടോ, പോലീസ് പിടിക്കും. പോലീസ് പിടിച്ചാലും ഞാൻ ഊരിപ്പോരും, പോന്നിട്ടുമുണ്ട്. എന്നാലും കുട്ടികളോടൊക്കെ ഇങ്ങനെ. ഞാനല്ലെങ്കിൽ വേറൊരാൾ. എൻ്റെ സന്തോഷം ഞാൻ കണ്ടെത്തും. ഇത് സുന്ദരിയ. എന്തിനാ എത്ര ധൃതി കാണിക്കുന്നത്? എനിക്ക് സാരി ഇഷ്ടപ്പെട്ടോ? നന്നായിട്ടുണ്ട്. എങ്കിലും നിർത്തേ. ഇതിപ്പോ കൊടുക്കാനല്ല, നാളെ കല്യാണത്തിന് കൊടുക്കാനുള്ളതല്ലേ. സാറേ നിർത്തിക്കേ. ആ, അതൊരപ്പനും മോളും അല്ലേ, അവരവിടെ കിടക്കട്ടെ. സാറേ ആ, എന്താടോ? ഒന്ന് നിർത്തിക്കേ, ഒന്ന് മൂത്രമൊഴിക്കണം. ഈ നൈറ്റ് പെട്രോളിംഗ് ഒക്കെ ആരാ സാർ ഉണ്ടാക്കി? അതൊക്കെ ഈ ജോലിയുടെ ഭാഗം തന്നെയല്ലേ സാറേ. നമ്മളിങ്ങനെ ഉറങ്ങാതെ കറങ്ങി നടക്കുന്നതുകൊണ്ടാ കുറച്ച് പേരെങ്കിലും സുഖമായി കിടന്നുറങ്ങുന്നത്. എന്നാ പോവാം സാറേ, ഞാൻ ഓടിക്കണോ? ഏയ് കുഴപ്പമില്ല. ആ ഇതാ മരെന്തോ പന്തികളുണ്ട് കേട്ടോ സാറേ. ആരാ എന്താ ഇവിടെ? അവിടെ ഒരാൾ തൂങ്ങി മരിച്ചെടുക്കുന്നു. തല്ലിക്കൊന്ന് തൂക്കിയാണോടാ? അല്ല അല്ല, അറക്കടാ, അറക്കല്ലേ. ഓ ഞാനൊന്ന് സി വിളിച്ചിട്ട് വരാം. ഈ രാത്രി നിങ്ങൾ എന്തിനാണ് കിടന്ന്? സത്യം പറയണം, നീയൊക്കെയല്ലടാ ഇത് ചെയ്തേ? സാറ് ഞങ്ങളൊന്ന് പുകയ്ക്കാൻ വന്ന. ഓ അപ്പൊ നീയൊക്കെ കഞ്ചാവാണല്ലേ? സാറേമാര് കഞ്ചാവിന്റെ ആൾക്കാരാന്ന്. എടാ നീയൊക്കെ കഞ്ചാവ് മൂത്ത് ചെയ്തില്ലടാ നായിന്റെ മോനെ. അല്ല സാർ, ഞങ്ങളല്ല, ഞങ്ങൾ പൊക്കട്ടെ. ഡാ ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് നിനക്കൊക്കെ പോണല്ലോടാ. മാറിക്കടാ, മാറിക്കടാ. അങ്ങോട്ട് മാറാം.
ബോഡി ഐഡന്റിഫൈ ചെയ്തോ? യെസ് മാഡം, നമ്മുടെ സ്ഥിരം ക്രിമിനൽ ലിസ്റ്റിലുള്ളതാ. 2-3 പോക്സോ കേസിൽ പിടിച്ചിട്ടുള്ളതാ അവന്. തെളിവില്ലാത്തവനെ വരെ രക്ഷപ്പെട്ടു പോയത്. ചുമ്മാരാണോ? യെസ് മാഡം. എന്തിനാണ് നീക്ക് ഇവിടെ വന്നത്? മാഡം ഒരു കഞ്ചാവടിക്കാൻ വന്ന. അപ്പൊ നീയൊക്കെ ഇത് ചെയ്തതല്ലേ? അല്ല സാറേ, ഞങ്ങൾ വന്നപ്പോൾ തൂങ്ങി മരിച്ചു കിടക്കുന്നത് കണ്ടത്. വന്നപ്പോഴാണോ അതിന് മുമ്പാണോ കണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. മെഡിക്കൽ എടുത്തരെ. ഈ കട എവിടെയാ? ആ പോസ്റ്റ് ഓഫീസ് റോഡിലാണ് മാഡം. ഒരുപക്ഷെ ആത്മഹത്യയാകാൻ ചാൻസ് ഉണ്ട്. ഈ കടയുടമയെ ചോദ്യം ചെയ്യണം. CCTVയും പരിശോധിക്കണം. ആ സാരി ഈ കടയിൽ നിന്നായിരിക്കാം വാങ്ങിയത്. ഇവനൊക്കെ ചാകുന്നത് തന്നെയാ നല്ലത്. പോക്സോ കേസിൽ നമ്മൾ പിടിച്ചകത്തിട്ടാലും ഇവനൊക്കെ സുഖിക്കുകയല്ലേ. കാണാൻ പാടില്ല ഒറ്റക്കൈനൊക്കെ. ഇതാണ് നമ്മുടെ നിയമം. സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ബോഡി ഹോസ്പിറ്റലിലേക്ക് മാറ്റിക്കോ. ബാക്കി നടപടികൾ നാളെ നോക്കാം. ഓക്കെ, ശരി. എന്താണ് മൈര നീ വിചാരിച്ചത്? ഞാൻ കാമുകത്ത് നടക്കുകയാണെന്നോ? പോലീസാട മൈര്. ഇവിടുത്തെ ജനങ്ങൾക്ക് ഞങ്ങളിലൊരു വിശ്വാസം ഉണ്ടടാ നായൻ. ഇനിയും നീ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കില്ലടാ. ഒന്ന് നിർത്തിക്കേ.